സ്വാമി ശരണം. വിശ്വപ്രസിദ്ധമാർന്ന ലോകനാർക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയൊരു സംശയം നിലനിൽക്കുകയാണ്. ഇത് ക്ഷേത്രം തന്നെയാണോ അതോ വല്ല വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയോ എന്ന്. ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെ 3 മഹാക്ഷേത്ര സമുച്ചയമാണ് ലോകനാർക്കാവിൽ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രമഹിമ കൊണ്ട് മാത്രം പുകൾപ്പെട്ടതാണ് ലോകനാർക്കാവ്. ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പരിശുദ്ധിയും മനസ്സിലാക്കാതെ ടൂറിസത്തിന് അമിത പ്രാധാന്യം നൽകുന്ന തലമറന്ന് എണ്ണ തേക്കുന്ന പ്രവർത്തനവുമായി ദേവസ്വം ബോർഡ് അംഗങ്ങളും ട്രസ്റ്റി ബോർഡും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഭക്തജന കൂട്ടായ്മ ഇങ്ങനെ ഒരു ലഘുലേഖ പ്രസിദ്ധപ്പെടുത്തേണ്ടി വരുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ആ ലഘുലേഖയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ്. ക്ഷേത്ര വിശ്വാസത്തെയും ചടങ്ങുകളെയും അവഹേളിക്കുന്ന ട്രസ്റ്റി ബോർഡും ദേവസ്വവും അരങ്ങേറ്റവും സംഗീത അർച്ചനയും ക്ഷേത്രകലകളും നടത്തേണ്ട ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ പഞ്ചായത്തിന്റെ പരിപാടി സംഘടിപ്പിക്കുന്ന ദേവസ്വം സ്ഥലത്ത് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരുടെ അജണ്ടയാണ്? ക്ഷേത്രത്തിന്റെ കെടാവിളക്കിൽ ഒഴിക്കാൻ കൊണ്ടുവച്ച മൃഗക്കൊഴുപ്പടങ്ങിയ എണ്ണ നായ നക്കി കുടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ലോകനാർക്കാവ് ശിവക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയ വരവ് ചിലവ് കണക്കുകൾ പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ക്ഷേത്ര മതിൽ കെട്ടിനകത്ത് ദർശനം നടത്തുവാനും പ്രദക്ഷിണം വയ്ക്കുവാനും തടസ്സമാകുന്ന രീതിയിൽ ഭൂതഗണ തറയിൽ നിന്നും ശ്രീകോവിലിന് മുന്നിൽ ഇരുത്തിയും വീഡിയോഗ്രാഫിയും ഫോട്ടോയും എടുക്കാൻ അശുദ്ധി വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നത് വിലക്കാത്തത് എന്തുകൊണ്ടാണ്? ദേവസ്വത്തിന് മാത്രം അധികാരപ്പെട്ട ക്ഷേത്രഭൂമി പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് എന്ന കെട്ടിടവും കക്കൂസും സെപ്റ്റിക് ടാങ്കും അയ്യപ്പ ഭജന മഠത്തിന് അടുത്തു തന്നെ വേണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ്? പുതുതായി പണി കഴിപ്പിച്ച വിഷ്ണു ക്ഷേത്ര കൊടിമരത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ക്ഷേത്ര ചുറ്റുമതിലിനകത്തു വച്ച് നട മറയത്തക്ക രീതിയിൽ കൊടിമരത്തിനു മുന്നിൽ CITU നേതാക്കളുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണത്തിനും നട അടച്ച ശേഷം ചുറ്റുമതിലിനുള്ളിൽ ചെണ്ടമേളം നടത്തി വീഡിയോ എടുക്കാനും ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ആവശ്യമായ പൂജാദ്രവ്യങ്ങളും മറ്റു വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന പുതിയോട്ടിൽ കൊട്ടാരത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് എന്തിനാണ്? ഇതൊക്കെ ആരുടെ ഒത്താശയോടു കൂടിയാണ്? നവീകരണം എന്ന പേര് പറഞ്ഞ ക്ഷേത്രക്കുളത്തിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങൾ വിറ്റു തുലച്ചത് ആരുടെ തീരുമാനമായിരുന്നു? ഉത്സവകാലത്ത് ശുദ്ധികലശം നടത്തിക്കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ചുറ്റമ്പലത്തിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇന്ന് വിൽപ്പന വസ്തുവായി കണ്ട എല്ലാവർക്കും പ്രവേശനം നൽകിയത് ആരുടെ ചെയ്തോ വികാരമാണ്? ഞായറാഴ്ചകളിൽ സൗജന്യമായി പ്രഭാത ഭക്ഷണ വിതരണം ചെയ്യുന്ന ആനപ്രേമി സംഘത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇന്ന് അതിന് അനുമതി നൽകാതെ പ്രഭാത ഭക്ഷണത്തിന്റെ പേരിൽ റെസിപ്റ്റ് ഇല്ലാതെ ചില ദേവസ്വം ജീവനക്കാർ പിരിവ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിലെ എല്ലായിടത്തും ഹൈന്ദവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിന പരിപാടിയുടെ ബോർഡുകളും അനുബന്ധ പരിപാടികൾക്കും അനുവാദം നൽകാതെ ദേവസ്വം സ്ഥലത്ത് പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും പൈപ്പുകളുടെയും മറ്റു ചില സാധനങ്ങൾ സൂക്ഷിക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയത്? പുതിയതായി പണി കഴിപ്പിച്ച മാവേലി സ്റ്റോറിന്റെ കണക്കുകളും ചില പൊരുത്തക്കേടുകളും ഉണ്ടായത് എന്തുകൊണ്ടാണ്? തെയ്യത്തിന് വിലക്കുള്ള ക്ഷേത്രത്തിൽ ഫോക്ലോർ അക്കാദമിയുടെ വകയായി തെയ്യക്കോലങ്ങൾ അരങ്ങേറിയതും ഓണപ്പൊട്ടനെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കയറ്റിയതും വഴിപാട് കൗണ്ടറിൽ അടിച്ച രശീതിൽ തെറ്റുകൾ വന്നാൽ അവ തിരുത്തി കൊടുക്കാത്തതുമായ ജീവനക്കാരെ സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ചെമ്പൈ സംഗീത മണ്ഡപത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ പ്രസിദ്ധീകരിക്കാത്തതോ അതെന്തിനു വേണ്ടിയാണ്? ആചാര ലംഘനം നടത്തിയും ക്ഷേത്രത്തെ വിൽപ്പന വസ്തുവുമായി കാണുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെയും ട്രസ്റ്റി ബോർഡിന്റെയും നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക തന്നെ വേണം.